ബിലാൽ പ്രവാചക സന്നിധിയിലെത്തി. കാവലക്കാട്ടിലെ എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിക്കുകയും നിങ്ങൾ ചിന്തിക്കുകയും നിങ്ങൾ പരിവേഷണം ചെയ്യൂ. എന്താ? പ്രവാചക സന്നിധിയിലെത്തി. ഇനിയാണ് കഥ, ഇനിയാണ് ചരിത്രം, ഇനിയാണ് ഓർക്കേണ്ടത്. ആ പ്രവാചകനോട് ബിലാൽ പറഞ്ഞു, പ്രവാചകരെ, അബൂദർ എന്നെ കറുത്തവരുടെ മകനെ എന്ന് വിളിച്ചു. കറുത്തവരുടെ മകനെ എന്ന് എന്നെ വിളിച്ചു. അപ്പൊ പ്രവാചകൻ എന്താ ചോദിക്കേണ്ടത്? ശരിക്ക് ബിലാൽ, ബിലാൽ, നിന്റെ അമ്മ കറുത്ത ഒരു പെണ്ണല്ലേ ബിലാൽ? സത്യമല്ലേ ബിലാൽ അബൂദർ പറഞ്ഞത്? ബിലാൽ, ഇനി നീ നിന്നെ തന്നെ ഒന്ന് തോണ്ടി നോക്ക്. അത്ര കറുപ്പില്ലേ ബിലാൽ നിനക്ക്? എന്താ അബൂദർ നിന്നെ വിളിച്ചാൽ കുഴപ്പം എന്നല്ലേ പ്രവാചകൻ പറയേണ്ടത്? എന്നാ പ്രവാചകൻ എന്തു പറഞ്ഞു? മാനവ ചരിത്രം കാതോർക്ക്, ആ വചനാമൃതങ്ങളെ കാതോർക്ക്. അബൂദർ, ഇവിടെ വരൂ അബൂദർ, ബിലാലിനെ കറുത്തവരുടെ മകനെ എന്ന് നീ വിളിച്ചു. ഒന്ന് ആലോചിക്കണേ, ബിലാൽ കറുത്തതാണ്, ബിലാലിന്റെ അമ്മയും കറുപ്പാണ്. എന്നിട്ടും പ്രവാചകൻ ചോദിച്ചു, ആ കറുപ്പിന്റെ പേരിൽ നീ ഇവനെ നിന്ദിച്ചുവോ? നീ വിളിച്ചുവോ കറുത്തവരുടെ മകനെ എന്ന്? അപ്പൊ അബൂദർ പറഞ്ഞു, അതേ വിളിച്ചു. ഓഹോ. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, എന്താ പറഞ്ഞത്? ലോകം കാതോർത്തോളൂ പ്രവാചകന്റെ വാക്ക്. അബൂദർ, താങ്കളിൽ അജ്ഞതയുടെ അംശം, ജാഹിലിയ്യത്തിന്റെ അംശം ഇന്നും അവശേഷിക്കുന്നു, തീർന്നില്ല. താങ്കൾ സമ്പൂർണ്ണ മുസ്ലിം ആയിട്ടില്ല. ഇനി നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഒരാൾ ഒരു കറുത്തവരുടെ മകനെ എന്ന് വിളിച്ചാൽ പോലും ഇസ്ലാം പൂർണ്ണാവൂല എന്ന് പറഞ്ഞാൽ, പൂർണ്ണ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താ? വേഷത്തിന്റെയും വിധാനത്തിന്റെയും നിറത്തിന്റെയും പേരിൽ ഒരുത്തനെ ആക്ഷേപിക്കാത്ത അവസ്ഥയിലേക്ക് ഒരുത്തൻ ഉയരുന്നതിന്റെ പേരാണ് ഇസ്ലാം. ഒന്നുകൂടെ പറഞ്ഞു മക്കളെ, കറുത്തതിന്റെ പേരിൽ ഒരുത്തനെ ആക്ഷേപിക്കാത്ത അവസ്ഥയിലേക്ക് ഒരുത്തൻ വളരുന്നുവെങ്കിൽ അതിന്റെ പേരാണ് ഇസ്ലാം എന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇസ്ലാം ഇവിടെ വേണോ വേണ്ടേ? ഇസ്ലാം ഇവിടെ വേണോ വേണ്ടേ? എന്നിട്ട് എന്തുണ്ടായി? അതൊരു കേട്ടോളൂ. അബൂദർ ഓടി വന്നു, മണൽ തിട്ടയിൽ തന്റെ വെളുത്ത കവിളിങ്ങനെ പതിച്ചു വെച്ചു. ഭൂമിയിൽ ധരണിയിൽ തന്റെ കവിളിങ്ങനെ പതിച്ചു വെച്ചിട്ട് ബിലാലിനോട് പറഞ്ഞു, നിന്റെ ആ കാലുകൊണ്ട് എന്നെ ചവിട്ടി എന്റെ മുഖം മരുഭൂമിയിൽ താഴ്ത്തു ബിലാൽ. എനിക്ക് എന്തൊരു വലിയ തെറ്റാ പറ്റിപ്പോയത് ബിലാൽ. ആലോചിച്ചു നോക്കിയേ, ഇസ്ലാം എന്താ, മതമെന്താ? ആലോചിച്ചു നോക്ക്. പ്രവാചക തിരുമേനി പഠിപ്പിച്ചോട് അവിടെ കവിള് വെച്ച് ചവിട്ടാൻ പറയാണ്. ഇതാണ് ഇസ്ലാം. തീർന്നില്ല. നിങ്ങൾ ആലോചിക്കണം, ഏതേത് ഘട്ടത്തിലും പ്രവാചക തിരുമേനിയുടെ ചുവന്ന ഷോൾഡർ ബിലാലിനോട് പറയാണ്, ചവിട്ടിക്കയറു ബിലാൽ കാബത്തിലേക്ക് എന്റെ. അപ്പൊ ബിലാലെ ആകെ പകച്ചു നിന്നു. നബി എന്ന വെളുത്ത ഖുറൈശി പ്രമാണിയുടെ ഷോൾഡറിൽ ബിലാലിന്റെ കറുത്ത കാല് വെച്ച് കയറുകയാണ്. സഹോദരങ്ങളെ, മാനവ ചരിത്രത്തിന്റെ ഗീതം പാടുകയാണ് പ്രവാചകൻ. സൽമാനുൽ ഫാരിസി എന്ന പേർഷ്യക്കാരൻ, ബിലാൽ എന്ന കറുത്ത വർഗക്കാരൻ ഒരേ പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിപ്പിച്ചു. അറിയാലോ, പണ്ടൊക്കെ എന്തായിരുന്നു കേരളത്തിൽ? ഓരോരുത്തർക്കൊരു സെപ്പറേറ്റ് വഴി. ആ വഴിയിലൂടെ വേറൊരാൾ വരാൻ പാടില്ല. ശൂദ്രൻ വേദം പഠിക്കാൻ പാടില്ല, കേൾക്കാൻ പാടില്ല, ഉച്ചരിക്കാൻ പാടില്ല. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തെ കുറിച്ച് ചെറിയഴീക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ എന്റെ പ്രസംഗ ദിവസം അമൃതാനന്ദമയി ആശ്രമത്തിലെ സ്വാമിജി ഓർക്കുന്നുണ്ട്. ആ കേസറ്റ് ഇവിടെയുണ്ട്, അതിവിടെ വാങ്ങി നിങ്ങൾക്ക് കേൾക്കാം. ഞാൻ പറയുന്നത്, ഇത് നിലനിന്നൊരു കാലം. അവിടെയാണ് ഇസ്ലാം എന്ത് പറയുന്നത്? നിങ്ങളെല്ലാം കുല്ലുക്കും മിൻ ആദം വആദം മിൻ തുറാബ്. നിങ്ങളൊക്കെ ആദമിന്റെ മക്കളാ, ഒരച്ഛന്റെ അമ്മയുടെ മക്കളാ. ഒരേ അച്ഛൻ, ഒരേ അമ്മ, ഒരേ ദൈവം. അതാ നിങ്ങൾ ലോകത്തുള്ള മുഴുവൻ ആളുകളും. അല്ലേ ഇസ്ലാം? അതല്ലേ ഇസ്ലാം പഠിപ്പിച്ച്? ഇനി നിങ്ങൾ നോക്ക്, ബെഞ്ചമിൻ മൊളോയിസിനെ പട്ടാപ്പകൽ വർണ്ണപെറിയൻ ഭരണകൂടം ദക്ഷിണാഫ്രിക്കയിൽ തൂക്കിക്കൊന്നു. എന്തേ കാരണം? തൊലി കറുത്തുപോയി എന്ന കാരണം കൊണ്ട് ബെഞ്ചമിൻ മൊളോയിസിനെ പട്ടാപ്പകൽ തൂക്കിക്കൊന്നു വർണ്ണപെറിയൻ ഭരണകൂടം. നിങ്ങൾ അറിയണം, ഇന്നും ദക്ഷിണാഫ്രിക്കയിൽ ക്രിസ്ത്യാനികളിൽ വെളുത്ത വർഗക്കാർക്ക് ഒരു പള്ളി, കറുത്ത വർഗക്കാർക്ക് ഒരു പള്ളി. സുബ്ഹാനല്ലാഹ്. ഞാൻ നേരത്തെ പറഞ്ഞിടത്തേക്ക് ഒന്ന് മടങ്ങിക്കോട്ടെ. മഹാനായ മൗലാന ആസാദ്, അബുൽ കലാം ആസാദിനോട് ഒരു ഹൈന്ദവൻ ചോദിച്ചല്ലേ, എവിടെ ഫ്രാറ്റാനിറ്റി? ആസാദ് ഡൽഹിയിലെ ജുമാ മസ്ജിദിൽ കൊണ്ടുവന്ന് ആസാദ് വദൂ ചെയ്ത് അംഗസ്നാനം ചെയ്ത് വരുമ്പോ ആസാദിന്റെ കാർ ഡ്രൈവർ ഉന്നത കുലജാതനല്ലാത്ത സാധാരണക്കാരനായ ഒരാള് പള്ളിയിലെ ഒന്നാമത്തെ വരിയിൽ ആ സാധാരണക്കാരന്റെ കാലിന്റെ ചുവട്ടിൽ
ആസാദ് ശിരസ് വെക്കുന്ന രംഗം ഈ ഹൈന്ദവ സഹോദരൻ കാണുകയാണ്. സരോജിനി നായിഡു, ഇന്ത്യയുടെ വാനമ്പാടിയായ സരോജിനി നായിഡു പറയാൻ ജനാധിപത്യത്തെ പറ്റി പ്രസംഗിക്കുകയും ജനാധിപത്യം അതിന്റെ മൂർധന്യ ദശ പ്രാപിക്കുന്നത് എവിടെയാണ്? അതിന്റെ നമസ്കാരത്തിലാണ്. എല്ലാവരും നോക്ക്, തോളോട് തോള് ചേർന്ന് ഏത് കറുത്തവനുമായി വെളുത്തവന്റെ കാല് ചേർത്ത് വെച്ച് ഏത് രാജാവിന്റെ കാൽപാദത്തോടും ഏത് ദരിദ്രനായ മനുഷ്യന്റെ കാലുകൾ ചേർത്ത് വെച്ച് ഇസ്ലാമിൽ നിസ്കാരം സ്വീകരിക്കാൻ ഒരു പ്രധാന ചടങ്ങാണ് കാല് കാലിനോട് ചേർത്ത് വെക്കുക, ഷോൾഡർ ഷോൾഡറിനോട് ചേർത്ത് വെക്കുക. അതിന്റെ മഹത്വം അറിയണമെങ്കിൽ ഇസ്ലാമിന്റെ മഹത്വം അറിയണം. അതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത. നിങ്ങൾ അറിയണം ഇസ്ലാം ജാതീയതയില്ലാത്ത, വിഭാഗീയതയില്ലാത്ത, ആദർശം കൊണ്ട് മാത്രം വിയോജിച്ച ലോകത്തിലെ ഏക ദൈവിക ദർശനമാണ്. ആരാണ് സൂര്യനെ സൃഷ്ടിച്ചത്? ആരാണ് ചന്ദ്രനെ നൽകിയത്? അവനാണ് ലോകത്തിന്റെ സൃഷ്ടാവ്. അത് നമ്മൾ അറിയണം. നെൽസൺ മണ്ടേല നൗ ഈസ് ഹി വാക്ക് ടു ഫ്രീഡം എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയാൻ 27 സംവത്സരങ്ങൾ വെള്ളക്കാരന്റെ കാരാഗ്രഹത്തിൽ കിടക്കേണ്ടി വന്നത് എന്തുകൊണ്ടാ? എന്റെ തൊലി കറുത്തുപോയ കാരണം കൊണ്ടാണ്. തൊലി കറുത്തവർ ഇന്നും ഇന്ത്യ രാജ്യത്ത് പീഡിപ്പിക്കപ്പെടുന്നു എന്നതിൽ എന്ത് സംശയമാണ് സുഹൃത്തുക്കളെ ലോകത്തുള്ളത്? അവിടെയാണ് ഇസ്ലാം മനുഷ്യരോട് പറഞ്ഞത്, നിന്റെ കറുപ്പും വെളുപ്പും ചുവപ്പും എല്ലാം എന്താണ്? അതെല്ലാം നിങ്ങളെ തിരിച്ചറിയുന്നതിന്റെ ഭാഗം മാത്രമാണ്. ദൈവസന്നിധിയിൽ നിങ്ങൾ ഉത്തമരാരാ? ബ്രാഹ്മണനാണെന്നല്ല, ക്ഷത്രിയനാണെന്നല്ല, വൈശ്യനാണെന്നല്ല, മറിച്ച് മനുഷ്യരാണ്. നല്ല സ്വഭാവം, നല്ല സംസ്കാരം, നല്ല ചിന്തകൾ, ദൈവത്തിൽ സമർപ്പിതമായ ജീവിതം. അപ്പൊ ജാതീയത എന്ന് പറയുന്നത് അതാണ്. ഒരു ജാതി അതേതാണ്? അത് മനുഷ്യജാതിയാണ്. ലോകത്തെ 714 കോടി മനുഷ്യരും ഒറ്റ ജാതി, മനുഷ്യജാതി. അതാണ് ഒരു ജാതി. ഇനി ഒരു മതം എന്ന് പറയുന്നതിന്റെ പൊരുൾ, ഒരു മതം എന്നവിടെ ഒരുപാട് മതങ്ങളുണ്ട്, ഒരുപാട് ദർശനങ്ങളുണ്ട്, ചിന്താധാരകളുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കൂ, സ്വാമി വിവേകാനന്ദൻ ഹിന്ദു ധർമ്മം എന്ന് പറയരുത്, സനാതന ധർമ്മം. ഹിന്ദു എന്നല്ല ഒരാളെ വിളിക്കേണ്ടത്, വേദാന്തി. അങ്ങനെയാ, വേദാന്തി, സനാതന ധർമ്മം എന്നും നിലനിൽക്കുന്നത് അല്ലേ? ഏത് കാലഘട്ടത്തിൽ നിൽക്കുന്നത്? ക്ഷയമില്ലാത്തത് എന്നൊക്കെ അർത്ഥത്തിൽ ഇതൊക്കെ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത്, മതം, ഹിന്ദു മതം എന്ന് എപ്പോൾ വിളിക്കപ്പെട്ടു? ഹിന്ദു എന്ന പദം വേദഗ്രന്ഥത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? ചതുർവേദത്തിൽ എവിടെയെങ്കിലും ഇല്ല, എവിടെയുമില്ല. ചതുർവേദത്തിൽ ഒരിടത്തും ആ പദമില്ല. പിന്നെ എവിടെയാണ് ഉപയോഗിച്ചത്? നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, ബാബേട്ടൻ സൂചിപ്പിച്ചുവല്ലോ, പേർഷ്യക്കാരാണ് ആ പദം ഉപയോഗിച്ചത്. സിന്ധു നദീതടത്തിൽ ജീവിച്ചവരെ സി എന്ന പദം പേർഷ്യക്കാർ ഉപയോഗിക്കാറുണ്ടായിരുന്നില്ല. സി എന്ന പദം പേർഷ്യക്കാർ ഉപയോഗിക്കാറുണ്ടായിരുന്നില്ല. പകരം ഹി എന്നാണ് അവർ ഉപയോഗിച്ചിരുന്നത്. ഏതുപോലെ കോട്ടയം പാലാ ഉൾപ്പെടെയുള്ള കോട്ടയം, അവിടെ എന്താ പറയാ? ഭാര്യ എന്നല്ലേ നമ്മൾ പറയാ. കോട്ടയത്തേരെ എന്താ പറയാ? ഭാര്യ. എന്താ പറയാ? ഭാര്യ. ഭൂമി എന്ന് പറഞ്ഞാൽ ഭൂമി. ബാക്ക് പകരം ഫാ. ആര്? കോട്ടയത്തേര്. ഉദ്ദേശം എന്താ? ഭൂമി തന്നെ, ഭാര്യ തന്നെ. അതുപോലെ ഈ സിന്ധു നദീതടത്തിൽ ജീവിച്ചിരുന്നവരെ സി എന്നവർ ഉച്ചരിക്കാറുണ്ടായിരുന്നില്ല, ഹി. ഇപ്പൊ നിങ്ങൾ ഈജിപ്തുകാര് ജ എന്ന പദം, ഇപ്പൊ മുജാഹിദ് എന്ന പദത്തിന് വരെ അവർ പറയുന്നല്ലോ മുഗാഹിദ് അല്ലേ? മുഗാഹിദ് എന്നോട് ചോദിച്ചാണ്, അതാ മുഗാഹിദ്, അല്ല മുഗാഹിദ്, മുജാഹിദ് എന്നെ അത് അവർ ഉപയോഗിച്ച് ഗ എന്ന. അപ്പൊ സിന്ധു നദീതടത്തിൽ ജീവിച്ചിരുന്നവരെ സി എന്നതിന് പകരം ഹി. എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക സാമ്പിളിന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയെ കണ്ടെത്തൽ, ദി ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ഈ ഗ്രന്ഥത്തിന്റെ ചില ഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിച്ചുതരാം. എന്തെന്നറിയോ? നമ്മള് അറിയേണ്ടതറിയാതെ വിദ്വാനെന്ന് നടിക്കുന്നു ചിലർ എന്ന് പൂന്താനം പറഞ്ഞല്ലോ. അറിയേണ്ടത് അറിഞ്ഞിട്ടില്ല ഞാനും. അറിയേണ്ടത് ശരിക്ക് പഠിച്ചു മനസ്സിലാക്കുന്നിടത്തേക്കുള്ളൊരു യാത്ര, അതിന്റെ തുടക്കമാവട്ടെ ഇതൊരു പ്രചോദനമാകട്ടെ എന്നാ പറയണം. ഞാൻ പറയാം നിങ്ങൾക്ക് ഇതിലെ ഒരുപാട് ഭാഗങ്ങൾ. അതിലൊന്ന് ഹിന്ദുമതം എന്ന് വെച്ചാൽ ഒരു സബ് ഹെഡിംഗ് ആണ് ഈ പുസ്തകത്തിന്റെ 83-ാമത്തെ പേജ്.
ഈ ഉദ്ധരണത്തിൽ വിൻസെന്റ് സ്മിത്ത് ഹിന്ദുത്വം ഹൈന്ദവീകരിക്കുക എന്ന വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദു എന്ന പദത്തിന്റെ ചരിത്രപരമായ ഒരു ഉൽപ്പത്തിയെ കുറിച്ചുള്ള വിശദീകരണം അതൊക്കെ കഴിഞ്ഞിട്ട് ഹിന്ദു മതത്തെ കുറിച്ച് മഹാത്മാഗാന്ധിയുടെയും ജവഹർലാൽ നെഹ്റുവിന്റെയും അഭിപ്രായം പറയാൻ മതങ്ങൾ നമ്മൾ ചർച്ച ചെയ്യും. എന്താണ് ക്രിസ്തു മതം, എന്താണ് ഹിന്ദു മതം, എന്താണ് ഇസ്ലാം, എന്താണ് ജൂൾസ്, എന്താണ് ജൂതന്മാർ, എന്താണ് ബുദ്ധിസം, ജൈനിസം, വർദ്ധമാനമാവീരനാരാണ്, അതുപോലെ തീർത്ഥങ്കരന്മാർ എന്ന് പറഞ്ഞാൽ എന്താണ്, ജിനൻ അതിജയിച്ചവൻ എന്ന അർത്ഥത്തിലുള്ള പ്രയോഗം എന്താണ്, തീർത്ഥങ്കരന്മാർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഹീനയാന മഹായാന എന്ന് പറഞ്ഞ് വേർപിരിഞ്ഞ 18ഓളം ഗ്രൂപ്പുകളായ ബുദ്ധമതത്തിന്റെ ഉൾപ്പിരിവുകൾ എന്താണ്, ബിംബത്തെയോ ദൈവത്തെയോ സ്ഥാപിക്കാത്ത ശ്രീബുദ്ധന്റെ ബിംബങ്ങളെ ഏറ്റവും കൂടുതൽ സ്ഥാപിച്ചതിന്റെ പിന്നിലെ സ്വകാര്യം എന്താണ്, ഇതെല്ലാം പരിശോധിക്കുമ്പോൾ വളരെ പ്രസക്തമായ ഒരു ഭാഗം. ഒരു വിശ്വാസം എന്ന നിലയിൽ ഹിന്ദു മതം അവ്യക്തമാണ്, അരൂപമാണ്, ബഹുമുഖമാണ്, ആർക്കും എന്തുമാണ്. അതിനെ നിർവചിക്കുക തന്നെ സാധ്യമല്ല. മതം എന്ന വാക്കിന്റെ സാധാരണാർത്ഥത്തിൽ അത് മതമാണോ അല്ലയോ എന്ന് പോലും ഖണ്ഡിതമായി പറയാവതല്ല. ഇപ്പോഴത്തെ രൂപത്തിലും പണ്ടും അത് ഏറ്റവും ഉയർന്നത് മുതൽ ഏറ്റവും താണത് വരെ അനേകം വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ഉൾക്കൊള്ളുന്നു. ഇവ പലപ്പോഴും അന്യോന്യം വിരുദ്ധങ്ങളുമായാണ്. ജീവിക്കുക, ജീവിക്കാൻ അനുവദിക്കുക എന്നതാണ് അതിന്റെ കാതലായ ചൈതന്യം എന്നേ തോന്നുന്നു. മഹാത്മാഗാന്ധി അതിനെ നിർവചിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഹിന്ദു സിദ്ധാന്തത്തെ നിർവചിക്കാൻ എന്നോട് ആവശ്യപ്പെടുന്ന പക്ഷം ഞാൻ ഇത്രയേ പറയേണ്ടതുള്ളൂ. ആര് പറയാണ്? മഹാത്മാഗാന്ധി പറയാൻ ഞാൻ ഇത്രയേ പറയേണ്ടതുള്ളൂ. എന്തേ പറയേണ്ടതുള്ളൂ? അഹിംസാത്മകമായ മാർഗങ്ങളിൽ കൂടിയുള്ള സത്യാന്വേഷണം. ഈശ്വര വിശ്വാസമില്ലാത്ത ഒരാൾക്ക് പോലും താനൊരു ഹിന്ദുവാണെന്ന് പറയാം. ഹിന്ദു മതം വിട്ടുവീഴ്ചയില്ലാത്ത ഒരു സത്യാന്വേഷണമാണ്. ഹിന്ദു മതം സത്യത്തിന്റെ മതമാണ്. സത്യമാണ് ഈശ്വരൻ. ഈശ്വര നിഷേധം നമുക്ക് അജ്ഞാതമല്ല, സത്യനിഷേധം നമുക്ക് അജ്ഞാതമല്ല. സത്യവും അഹിംസയും അതാണ് ഗാന്ധി പറയുന്നത്. ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ. എല്ലാവർക്കും അറിയാം മതം എന്ന് പറഞ്ഞാൽ തന്നെ അഭിപ്രായം. സഹോദരങ്ങളെ, എന്നാൽ ഇസ്ലാം മതം എന്നതിന് അറബിയിൽ ദീൻ എന്നാ പറയാ. അദ്ദീൻ, അന്നസീഹ, ദീൻ, മതം, അത് ഗുണകാംക്ഷയാണ്. ഇസ്ലാമിൽ മതം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? വളരെ ഗൗരവമായി അറിയേണ്ട, ഞാൻ പറഞ്ഞല്ലോ, വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും. ഈ സ്റ്റേജ് മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഭാരതീയ ദർശനങ്ങളെ കുറിച്ച് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഗ്രന്ഥങ്ങൾ ശേഖരിച്ചു വെച്ച് നമുക്ക് ചർച്ച നടത്താവുന്നതാണ്. ആളുകൾക്ക് കാര്യം മനസ്സിലാക്കാനും പഠിക്കാനും. ഇസ്ലാം, ഞാൻ പറഞ്ഞല്ലോ, മതകമ്പോളങ്ങളിൽ ഇപ്പൊ നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിൽ പോകുന്നു. എന്തുകൊണ്ട് ഒരു മതകമ്പോളത്തിൽ ചെന്ന് ഏതാണ് യഥാർത്ഥ റിലീജിയൻ എന്ന പഠനം ഉണ്ടായില്ല? ഇപ്പൊ ശാസ്ത്രം, സർ ഐസക് ന്യൂട്ടന്റെ വാദമാണോ ഗ്രിഗർ മെന്റലിന് ഉണ്ടായത്? സർ ഐസക് ന്യൂട്ടൻ കഴിഞ്ഞിട്ട് ഗലീലിയോയ്ക്കും കോപ്പർനിക്കസിനും ഒക്കെ വാദേത, ഓരോ ശാസ്ത്രകാരന്മാർക്കും ഉണ്ടായ വാദേത. ആൽബർട്ട് ഐൻസ്റ്റീൻ കുറെ മുന്നോട്ട് പോയി, ഡബ്ല്യു സ്റ്റീഫൻ ഹോക്കിംഗ് മുന്നോട്ട് പോയി. ഏതെങ്കിലും ഒന്ന് അവസാന വാക്കായോ? വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. അവിടെയാണ് എന്നും നിലനിൽക്കുന്ന, എക്കാലഘട്ടത്തിലും നിലനിൽക്കുന്ന വല്ല ധർമ്മവും അധർമ്മവും ഉണ്ടോ? ഖുർആൻ അപ്പുറത്തൊരു വേദഗ്രന്ഥമില്ല എന്ന് ഞാൻ പറഞ്ഞാൽ അതെന്നെ സങ്കുചിതമായി നിങ്ങൾക്ക് കണക്കാക്കാം. ഓൾഡ് ടെസ്റ്റ്മെന്റ്, ന്യൂ ടെസ്റ്റ്മെന്റ് അപ്പുറത്തൊരു ഗ്രന്ഥമുണ്ട് എന്ന് ക്രിസ്ത്യാനികൾ പറയുന്നുണ്ടോ? ഇല്ല. അതിനെ സങ്കുചിതമായി കാണാൻ പറ്റുമോ? അതുപോലെ ചതുർവേദം, എന്താ ചതുർവേദായി പോയത്? എന്താ ചതുർവേദായി പോയത്? എണ്ണം ക്ലിപ്തപ്പെടുത്തിയത്, അതിനപ്പുറത്തില്ലാത്തത്. അപ്പോ എല്ലാരും ആ കാര്യത്തിൽ അങ്ങനെ പറയും. അവിടെയാണ് വസ്തുതകൾ എന്താണ് എന്ന പഠനം ഉണ്ടാകേണ്ടത്. ഇസ്ലാം സിൽമ എന്ന പദത്തിൽ നിന്നാണ് ആ ശബ്ദം. അതൊരു ദേശത്തിന്റെ രാജ്യപരമായി, അതിർവരമ്പുപരമായി, അല്ലെ പർവ്വതശിഖരങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശത്തിന് പറയുന്ന പേരല്ല. ഹിന്ദുസ്ഥാൻ, ഹിന്ദു എന്ന പദം പോലെ ഒരു പദമല്ലാതെ, മറിച്ച് സമാധാനം എന്നാണ് ആ അറബി പദത്തിന്റെ അർത്ഥം. അതിന്റെ യഥാർത്ഥമായ അർത്ഥം സമർപ്പണം എന്നാണ്. ആരുടെ മുമ്പിലുള്ള സമർപ്പണം? ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമർപ്പണം. ആരുടെ മുമ്പിൽ? അതായത് ലളിതമായി ഞാൻ പറയാം. ഇപ്പൊ സ്കൂൾ ബാബുവേട്ടൻ അധ്യാപകനെന്ന് വിചാരിക്കുക. എന്റെ പ്രിയപ്പെട്ട RSSന്റെ പ്രതിനിധിയായി വന്ന ബാബുവേട്ടൻ സ്കൂൾ അധ്യാപകനെ വിചാരിക്കുക. ബാബുവേട്ടന്റെ ക്ലാസ്സിൽ ഒരു കുട്ടി, അല്ലെങ്കിൽ ഒരു മുസ്ലിമായ അബ്ദുൽ ഖാദറിന്റെ ക്ലാസ്സിൽ ഭക്തനായ ബാലൻ എന്ന് പറയുന്ന ഒരു പയ്യനുണ്ട് വിചാരിച്ചോ. അവൻ അധ്യാപകൻ പറയുന്നത് മുഴുവനും അനുസരിക്കുന്നുവെങ്കിൽ അവനൊരു മുസ്ലിമാണ് എന്ന് പറയാം. അധ്യാപകനെ അനുസരിക്കുന്നതിൽ അവൻ സമ്പൂർണ്ണ മുസ്ലിമാണ് എന്ന് പറഞ്ഞാൽ എന്താ? സമ്പൂർണമായ അനുസരണത്തിനാണ് അറബിയിലെ മുസ്ലിം എന്ന് പറയാം. അങ്ങനെ അനുസരിക്കുന്നവരാണ് മുസ്ലിം എന്ന് പറയാം.
അപ്പൊ ഇസ്ലാം മുസ്ലിം എന്ന് പറഞ്ഞാലോ ദൈവത്തിന്റെ കൽപ്പന സമ്പൂർണമായി അനുസരിക്കുന്നവനാണ് മുസ്ലിം. അല്ലാതെ തിരൂര കള്ളുഷാപ്പിന്റെ മുമ്പിൽ ക്യൂ നിൽക്കുന്ന അബ്ദുൽ ഖാദർ ആ കൂട്ടത്തിൽ പെടുത്താൻ കഴിയില്ല. പൊന്നാനി കള്ളുഷാപ്പിന്റെ മുമ്പിൽ ക്യൂ നിൽക്കുന്ന മുസ്ലിമേ ആ കൂട്ടത്തിൽ പെടുത്താൻ കഴിയില്ല. അത് നിങ്ങൾ ഗൗരവമായിട്ട് അറിയണം. മുസ്ലിം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്നവൻ എന്നാണ് ഇതിനർത്ഥം. ഇസ്ലാം എന്ന് പറഞ്ഞാലോ ദൈവത്തിനുള്ള സമർപ്പണം, അതാണ് പ്രധാനം. അപ്പൊ മതം എന്ന് പറഞ്ഞാൽ ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, പഞ്ചായത്ത് മെമ്പറോട് ഉദ്ധരിക്കപ്പെട്ടു. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, ദൈവത്തിങ്കൽ സ്വീകാര്യമായ മതം ഇസ്ലാമാണ്. വേറെ മതമൊന്നും ദൈവത്തിങ്കൽ സ്വീകരിക്കപ്പെടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? സങ്കുചിതമാണോ, വർഗീയതയാണോ, തീവ്രവാദമാണോ? അല്ല എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. സൂര്യനെ സൃഷ്ടിച്ചവനാരാ? അപ്പൊ നിങ്ങൾ നോക്കേ, ദൈവം ശങ്കരാചാര്യരുമായി ബന്ധപ്പെട്ട് ആശ്രമത്തിൽ സ്വാമിജി എഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ നിന്നാണ്. ഈ ഗ്രന്ഥങ്ങളിലെല്ലാം സൂര്യനെ സൃഷ്ടിച്ചതാരാ, ചന്ദ്രനെ സൃഷ്ടിച്ചതാരാ, നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചതാരാ, അതൊക്കെ ആരാണോ അവനെയാണ് ലോകത്തിന്റെ സൃഷ്ടാവ്, ദീദീപികൻ, വിരാട് പുരുഷൻ, വേദക്കൂൺ, ഇതുവാൻ എന്നൊക്കെ പറയുന്നത് ആ സർവശക്തനായ പ്രപഞ്ചനാഥനെയാണ്, അല്ലേ? ആ പ്രപഞ്ചനാഥനാണ് സൂര്യനെ സൃഷ്ടിച്ചത്, ചന്ദ്രനെ സൃഷ്ടിച്ചത്, ഈ ബ്രഹ്മാണ്ടത്തെ മുഴുവനും സൃഷ്ടിച്ചത്. അവിടെ ഏറ്റവും പ്രധാനമായ ഒരു പോയിന്റ് എന്നാണ്, അത് നമ്മൾ ഗൗരവമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. സൂര്യൻ ആരുടേതാണോ, ചന്ദ്രൻ ആരുടേതാണോ, വായും വെള്ളവും ആരുടേതാണോ അവന്റേതാകുന്ന മതം. നോക്കണം, അതായത് ഒരു വ്യക്തി അവതരിപ്പിച്ചാണ് നമുക്ക് അതിനെ എതിർക്കാം. ഒരു വ്യക്തിയുടെ മതത്തിലേക്ക് ക്ഷണിച്ചു എന്ന് പറയാം. നേരെ മറിച്ച് ഇസ്ലാം, നിങ്ങൾ നോക്കൂ, ദുൽഹജ്ജ് 9 അല്ലെങ്കിൽ മദീന, അവിടെ മിന ഹജ്ജ് നടക്കുകയാണ്. ഈ ഹജ്ജിലാണ് മതം പൂർത്തിയായത്, ഇസ്ലാം പൂർത്തിയായത്. ആ ഖുർആനിക വചനം തന്നെ നിങ്ങൾ ചിന്തിച്ചോ. ഖുർആനിൽ മുഹമ്മദ് നബി ഒരു മതം കൊണ്ടുവന്നു എന്നല്ല, മറിച്ച് ഖുർആൻ പറയുന്നത് നിങ്ങൾ കേട്ടോളൂ. ഖുർആൻ പറയാണ്, എന്താ പറയുന്നത്? ഖുർആനിലെ 5-ാം അധ്യായം 3-ാമത്തെ വചനം, അവിടെ പറയുന്നത് തീർച്ചയായും ഇസ്ലാം ഇവിടെ പൂർത്തിയാവുകയാണ്. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തിയാക്കി തരുകയാണ്. ദൈവം നിങ്ങൾക്ക് മതം പൂർത്തിയാക്കി തരികയാണ്. ആദം നബി മുതൽ തുടങ്ങി വെച്ച മതം മുഹമ്മദ് നബിയിലൂടെ പൂർത്തീകരിക്കപ്പെടുകയാണ്. അഥവാ പ്രവാചകന്മാരെല്ലാം ഒരേ സ്വരത്തിൽ ലോകത്ത് പ്രഖ്യാപിച്ച മതം ഇസ്ലാമാണ്. ഒരു കാര്യം കൂടി ഞാൻ ക്ലിയർ ആയി പറയാം. സൂര്യൻ മുസ്ലിമാണ്, ചന്ദ്രൻ മുസ്ലിമാണ്, നക്ഷത്രങ്ങൾ മുസ്ലിമാണ്, ഇവിടുത്തെ പശു മുസ്ലിമാണ്, കാള മുസ്ലിമാണ്, പാമ്പ് മുസ്ലിമാണ്, തേള് മുസ്ലിമാണ്, ഇവിടുത്തെ സകല ചരാചരങ്ങളും മുസ്ലിമാണ് എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? ദൈവം അതിന് വെച്ച വ്യവസ്ഥയെ തെറ്റാതെ അതനുസരിക്കുന്നു. ഒരു ഉദാഹരണം വിശുദ്ധ ഖുർആൻ പറയാൻ, അലന്തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ് വശംസു വൽ ഖമറു വൻ നുജൂമു വൽ ജിബാലു വസ്സജറു വദ്ദവാബ് വകസീറും മിനൻ നാസ്. ഖുർആനിന്റെ 22-ാം അധ്യായം 18-ാമത്തെ വാചക അർത്ഥം ശരിക്കൊന്ന് കേട്ടോ. മാധവ, സുരേന്ദ്ര, എല്ലാരും കേട്ടോളൂ. ദേവദാസെ കേട്ടോ, ബഷീറെ കേട്ടോ. എന്താ അതിനർത്ഥം? അവർ കാണുന്നില്ലേ, മനുഷ്യരാശി കാണുന്നില്ലേ, ആകാശ ഭൂമികളിലുള്ളതെല്ലാം എന്തൊക്കെ സചേതന അചേതന ജീവജാലങ്ങളുണ്ടോ അതെല്ലാം ദൈവത്തിന് സാഷ്ടാംഗം ചെയ്യുന്നു. കണ്ടോ? ആരെയാ ഉപാസിക്കുന്നത്, ആരെയാ ആരാധിക്കുന്നത്? തമേശ്വരാണം പരമം മഹേശ്വരം താം ദേവദാനാം പരമം ച ദൈവതം പതിം പതിന പരമം പരസ്താത് വിധാമദേവം ഭുവനേശമേദ്യം. ശ്വേതാശ്വേതരോപനിഷത്തിലെ 12-ാമത്തെ ശ്ലോകമാണ്, 7-ാമത്തെ ശ്ലോകമാണ്. അതിലെന്താ പറയുന്നത്? അതിൽ പറയുന്നത് നിങ്ങൾ ആരാധിക്കുന്ന സകലാരാധ്യന്മാരുടെയും ആരാധ്യൻ, ലോകത്തിന്റെ അതീശാധികാരി, ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ജൈനനെയും ബൗദ്ധനെയും മതമുള്ളവനെയും ഇല്ലാത്തവനെയും എല്ലാം സൃഷ്ടിച്ച അതീശാധികാരി, ആ അതീശാധികാരിയെ ആരാധിക്കുക, അഭിസർപ്പിക്കുക എന്ന് ഖുർആൻ പറയുന്നതോ ആകാശഭൂമികളിലുള്ളതെല്ലാം എല്ലാം ഏകകോശ ജീവിയായ ഹമീബ മുതൽ ബഹുകോശ ജീവിയായ നീലത്തിമിംഗലം വരെ ലോകത്തിന്റെ സൃഷ്ടാവിനെയാണ് ആരാധിക്കുന്നത്. വല്ലാത്തൊരു പ്രയോഗ, തീർന്നില്ല. എന്നിട്ട് സ്പെസിഫൈ ചെയ്തു ഓരോന്നോരോന്ന് മനുഷ്യരൊക്കെ ചിന്തിക്കാൻ വേണ്ടി ഖുർആൻ പറഞ്ഞു, സൂര്യൻ ദൈവത്തെ ആരാധിക്കുന്നത്, അല്ലാതെ സൂര്യനെ നിങ്ങൾ ആരാധിക്കരുത്. ചന്ദ്രൻ ദൈവത്തെയാണ് ആരാധിക്കുന്നത്, അതുപോലെ നക്ഷത്രങ്ങൾ ദൈവത്തെയാണ് ആരാധിക്കുന്നത്. തീർന്നില്ല. മരങ്ങൾ ദൈവത്തെയാണ് ആരാധിക്കുന്നത്,
തുളസി ചെടി മുതൽ ആൽമരം വരെ ലോകത്തിന്റെ സിട്ടാവിനെ ആരാധിക്കുന്നു എന്ന ഖുർആനിന്റെ വീക്ഷണം എത്ര ശ്രേഷ്ഠമാണ്. അതെ, അപ്പൊ പശു ആരാധിക്കുന്നത് ആരെ? പടച്ചോനെ. മഹാബുദ്ധിജീവിയായ മനുഷ്യനെ പോലും പശു ആരാധിക്കുന്നില്ല. ഉണ്ടോ? നിങ്ങൾ ആലോചിച്ചു നോക്ക്. മഹാബുദ്ധിജീവിയായ മനുഷ്യനെ പശു ആരാധിക്കുന്നില്ല. മഹാബുദ്ധിജീവിയായ മനുഷ്യൻ പശുവിനെ ആരാധിക്കുന്നു. അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. പക്ഷെ ചിന്തിക്കേണ്ടതുണ്ട്. വേദം പഠിപ്പിച്ചത് അതാണോ? ചിന്തിക്കേണ്ടതുണ്ട്. അതാണ്. അപ്പൊ മതം എന്ന് പറഞ്ഞാൽ ദൈവം അവതരിപ്പിച്ചത്, ദൈവപ്രോക്തം, അപരിമേയമായ, അപൗരുഷേയങ്ങളായ അല്ലെങ്കിൽ ആധ്യാത്മിക ജ്ഞാനത്തിന്റെ സ്രോതസ്സുകളിൽ നിന്ന് ദൈവത്തെ പറ്റി പഠിക്കുമ്പോ വളരെ കൃത്യമാണ് ആ റൂട്ട്. അവിടെയാണ് കുറച്ചു കാര്യങ്ങൾ ഗൗരവമായ ചർച്ചക്ക് വരേണ്ടത്. ഒരു വഴിയിൽ നിന്ന് മാർഗതടസ്സം നീക്കൽ മുതൽ മതമുണ്ട്. അതായത് ഇസ്ലാമിന്റെ ഒരു നിങ്ങൾ നോക്കാം. ഇത് സംഘടിപ്പിച്ച സലഫി പ്രസ്ഥാനം, മുജാഹിദ് പ്രസ്ഥാനം ജീവിതത്തിൽ ഒരു നൂറ്റാണ്ട് കാലമായി കേരളത്തിൽ സംഘടിതമായ പ്രബോധന പ്രവർത്തനങ്ങൾ, ഈ രാജ്യം അനുവദിച്ച എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് ഇവിടെ പ്രവർത്തിക്കും. എന്തെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ കാവലക്കാട് റോഡ് മുജാഹിദുകൾ ബ്ലോക്കാക്കിയത് എന്തെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്താ ബ്ലോക്ക് ആക്കാത്തത്? അതായത് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്നവരോട് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്, നബിദിനം ആഘോഷിക്കുന്നവരോട് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്, റോഡിലിറങ്ങി ഫ്രീഡം പരേഡ് നടത്തുന്നവരോട് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്. എന്തുകൊണ്ടാണ് ഞങ്ങളുടെ വിയോജിപ്പ്? രാഷ്ട്രീയ വിഷമമോ അല്ലെങ്കിൽ അവരോടുള്ള പ്രയാസമൊന്നുമില്ല. ഞങ്ങളുടെ പ്രവാചകൻ പറഞ്ഞു, ലോകത്തിന്റെ ഗുരു പറഞ്ഞു, വഴിയിൽ നിന്ന് മാർഗതടസ്സം നീക്കൽ ഈമാനിന്റെ ഭാഗമാണ്. എങ്ങനെ? വഴിയിൽ നിന്ന് മാർഗതടസ്സം നീക്കൽ ഈമാനിന്റെ ഭാഗമാണ്. കണ്ടോ? അപ്പൊ വഴി ബ്ലോക്ക് ചെയ്യല്ല ഉണ്ട്, ബ്ലോക്ക് ഒഴിവാക്കലാണ് വിശ്വാസിയുടെ ബാധ്യത. അപ്പൊ ഒരു പ്രവാചകനെ സ്നേഹിക്കുന്നവൻ പ്രവാചകന്റെ ജന്മദിനത്തിന്റെ ദിവസം തന്നെ റോഡ് ബ്ലോക്കാക്കി എത്ര ആളുകൾ ഫ്ലൈറ്റിൽ പോകേണ്ടവർ മിസ്സായി അല്ലേ? ഇപ്പോ ഈ അടുത്ത കാലത്ത് മുജാഹിദുകൾ ഒരു സമ്മേളനം നടത്തി, ഞങ്ങളെയൊക്കെ പുറത്താക്കിയിട്ടൊരു സമ്മേളനം നടത്തി. ആ സമ്മേളനത്തിന്റെ അന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ സംഭവിക്കാത്ത ഒരു ദുരന്തം സംഭവിച്ചു. 5 പേരോളം വരുന്ന ആളുകൾക്ക് എയർപോർട്ടിൽ ഫ്ലൈറ്റ് മിസ്സായി, അമേരിക്കയിൽ പോണ്ടവർക്ക് മിസ്സായി. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഇന്ന് വരെയുള്ള ചരിത്രത്തിലില്ല. കാരണം ഇന്ന് വരെ സമ്മേളനം സംഘടിപ്പിച്ചത് അള്ളാഹിനെ പേടിയുള്ളവരായിരുന്നു. എന്നാൽ ഈ സമ്മേളനം സംഘടിപ്പിച്ചവർ ഞങ്ങൾ കുറച്ച് കൂടുതൽ ആളുണ്ട് എന്ന് തെളിയിക്കാൻ കൃത്രിമമായ ബ്ലോക്ക് ഉണ്ടാക്കി. ഇത് ഞാൻ വെറുതെ പറയല്ല, 5 സാക്ഷികളെ ഹാജരാക്കാൻ കഴിയും ഈ വിഷയമായി സഹോദരങ്ങളെ. കാരണം എന്താ? മതം വിട്ടു. പിന്നെ മനുഷ്യൻ പ്രദർശന പരിധിയിലേക്ക് മതം വിട്ടാതാണ്ടാവുക. അതുകൊണ്ട് റോഡിൽ ഇറങ്ങേണ്ടതല്ല മതം കേട്ടോ, റോഡിലിറങ്ങേണ്ടതല്ല മതം. മതം മനുഷ്യന്റെ മനസ്സുമായി അവന്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. മനസ്സിലായോ? ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. ഇപ്പൊ ഇസ്ലാം അവതരിപ്പിച്ച ഏത് കാര്യം, ഇപ്പൊ ഇസ്ലാം ഒരു കാര്യം വിലക്കി. ഞാനിതാ ഈ പോയിന്റ് സത്യസന്ധമായാണല്ലോ പറയുന്നത്. ഇസ്ലാം പന്നി മാംസം വിലക്കി. ഞാൻ ചോദിക്കുന്നു, സയന്റിഫിക്കായി ഇന്ന് വരെ ആരോഗ്യ ശാസ്ത്ര പഠനങ്ങളിൽ പന്നി മനുഷ്യ ശരീരത്തിന് ആരോഗ്യദായകമാണ് എന്ന് തെളിയിച്ചിട്ടേ ഇന്നുവരെ. വിശുദ്ധ ഖുർആൻ ഒരു കാര്യം അനുവദിച്ചു, അത് ഇന്ന് വരെ മാനവ സമൂഹത്തിന് പറ്റാത്തതാകുന്നു എന്ന് തെളിയിച്ചിട്ടില്ല. ഒരു ഉദാഹരണം, സസ്യബുക്കുകളും മാംസബുക്കുകളും ഉണ്ട്. മനുഷ്യനോ മിശ്ര ആഹാരമാണ് മനുഷ്യന്റെ പ്രത്യേകത അല്ലേ? ഇപ്പൊ പശുവിന്റെ പല്ലുകൾ നിങ്ങൾ പരിശോധിക്കും, ലെവലിൽ നിരന്ന് കിടക്കുന്ന കൂർത്ത പല്ലുകളില്ലാതെ ഒറ്റ നിരപ്പിലാണ്. കാരണം എന്താ? പുല്ല് കടിച്ചു തിന്നാനേ കഴിയും, സസ്യമേ കഴിക്കാൻ കഴിയും. അതിന് ആ പല്ല് മതി. നിങ്ങൾ എല്ലാവരും ഓർക്കണം, അപാരമായ പോയിന്റ്. പശുവിനെ പുല്ല് തിന്നാൻ അനുയോജ്യമായ, വെള്ളം കുടിക്കാൻ അനുയോജ്യമായ സംവിധാനം വായിൽ ഏർപ്പെടുത്തി. എന്നാൽ സിംഹത്തിനും പുലിക്കും എന്ത് നൽകി? കൂർത്ത പല്ലുകളും പരന്ന പല്ലുകളും നൽകി. എന്താ കാരണം? പരിശോധിക്കണം. ആ കൂർത്ത പല്ല് എന്തിന്? സിംഹത്തിനും പുലിക്കും ഇറച്ചി കടിച്ചു പറിച്ചു തിന്നാനാണ്. മനുഷ്യനോ പരന്നതും കൊടുത്തു, കൂർത്തതും കൊടുത്തു. എന്തേ? സൃഷ്ടിപ്പിൽ തന്നെ മനുഷ്യനെ
സസ്യബുക്കാക്കാൻ മിശ്രബിന് മാംസം കഴിക്കാൻ പറ്റിയ രീതിയിലാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. അതിനെതിരാണ് എന്ത്? സസ്യബുക്കേ ആകാൻ പാടുള്ളൂ, മാംസം കഴിക്കാൻ പാടില്ല എന്ന വാദം യഥാർത്ഥത്തിൽ എന്താണ്? സയന്റിഫിക്കായി, സയൻസ് പരമായി, ഹ്യൂമൻ ഫിസിയോളജി പഠിക്കുന്നവർക്കറിയാം, ശരീരശാസ്ത്രം അനുസരിച്ച് പോലും ബ്ലണ്ടറാണ്. മനസ്സിലാക്കണങ്ങളെ. മാത്രമല്ല, പശുവിനെ ഇറച്ചി ദഹിപ്പിക്കാനുള്ള കഴിവില്ല. അതിന്റെ ദഹനേന്ദ്രിയ വ്യവസ്ഥക്ക് മാംസത്തെ ദഹിപ്പിക്കാൻ പശുവിന് കഴിവില്ല. പുല്ലും അതുപോലുള്ള സസ്യങ്ങളും കഴിച്ചിട്ട് ദഹിപ്പിക്കാനുള്ള ദഹനേന്ദ്രിയ വ്യവസ്ഥ പുലിക്കില്ല, സിംഹത്തിനില്ല. മനുഷ്യനോ ഇത് രണ്ടും കഴിച്ചാൽ ദഹിക്കാനുള്ള വ്യവസ്ഥ. ഞാൻ ചോദിക്കുന്നു, ഇവിടുത്തെ ഏത് മനുഷ്യനുണ്ട്? അപ്പൊ ദൈവത്തിന് തെറ്റ് പറ്റിയോ? സൃഷ്ടിച്ചപ്പോ അപാകത പറ്റിയോ? സൃഷ്ടിച്ചപ്പോ അപാകത പറ്റിയോ? അതായത് ഉറങ്ങരുതെന്ന് കിടന്നിട്ട് ചിന്തിക്കണം. ഉറങ്ങരുതെന്ന് കിടന്നിട്ട് എന്തിന് മനുഷ്യനിത് രണ്ടും കൊടുത്തു? പറയണം. വെറുതെ എന്തെങ്കിലും നമ്മുടെ ലോകത്ത് ഇങ്ങനെ പറഞ്ഞു കിടന്നിട്ട് കാര്യമല്ല, പറയണം. എന്തുകൊണ്ട്? പിന്നെ ആളുകൾ പറയും പശുവിനെ കൊല്ലലും അതുപോലെ മൃഗങ്ങളെ കൊല്ലലും വമ്പിച്ച പാപാണ്. ഒരു കാലഘട്ടത്തിൽ ഇന്നെന്ന പശുക്കളെ, ഇന്നെന്ന ആടിനെ, ഇന്നെന്ന ഒട്ടകത്തെ വേദത്തിൽ എത്ര സ്ഥലത്തുണ്ട്. അതുകൊണ്ട് ഇവിടെ ആരും ഇസ്ലാം മാംസം കഴിക്കാൻ നിർബന്ധിക്കണില്ല. അതൊന്നാമതായി മനസ്സിലാക്കുക. മാംസം കഴിക്കണമെന്നാ കഴിക്കാം. പച്ചക്കറിയിൽ ഇല്ലാത്ത ഒരുപാട് ഗുണം മാംസത്തിലുണ്ട്. മാംസം കഴിച്ചാൽ ഉണ്ടാകുന്ന ഒരുപാട് മെച്ചങ്ങളുണ്ട്. ഇസ്ലാം, ഖുർആൻ നിങ്ങൾ ആലോചിച്ചു. മന്നയും സെൽവയും നൽകിയ ഒരു സമൂഹത്തിന് അവരാവശ്യപ്പെട്ട എന്താ? തക്കാളി തരണം, ഉള്ളി തരണം, പപ്പായ തരണം, അതുപോലെ ആവശ്യപ്പെട്ടു. കൊടുത്തില്ലേ ഇസ്ലാം? നിങ്ങൾ പറ്റൂല എന്നാ? ഇത് രണ്ടും നിങ്ങൾക്ക് പറ്റും. പിന്നെ എന്ത് ഇസ്ലാം പറഞ്ഞുള്ളൂ? ഒന്നും അമിതാകരുത്. മതം ഇടപെട്ടത് അവിടെയാ. ഏത് കാര്യത്തിൽ? ഇപ്പൊ നിങ്ങൾ നോക്ക്, ഒരാള് പറയാണെന്ത്? ഏറ്റവും കൂടുതൽ കശാപ്പ് ചെയ്യപ്പെടുന്നത് സസ്യല്ലേ? അല്ലേ? ഞങ്ങളോടൊരു കാര്യം ചോദിച്ചോട്ടെ, കൃത്യമായ ഒരു ബുദ്ധിയിൽ. കണ്ണ് കാണാത്ത, കാത് കേൾക്കാത്ത, സംസാരിക്കാനാകാത്ത, കൈകാലുകളെ ശോഷിച്ച ഒരു വികലാംഗനെ 4-5 പേര് ചേർന്ന് മർദ്ദിക്കുന്നു. മറുഭാഗത്ത് അരോഗദൃഢഗാത്രനായ ഒരാളെ മർദ്ദിക്കുന്നു. ഇതിലേതാ ഏറ്റവും വലിയ പാപം? ഏതാ ഏറ്റവും വലിയ പാപം? ഏതാ? നിങ്ങൾ പറയും, ഏതാ ഏറ്റവും വലിയ പാപം? കണ്ണ് കാണാത്ത, കാത് കേൾക്കാത്ത, സംസാരിക്കാൻ ശേഷിയില്ലാത്ത വികലാംഗനെ മർദ്ദിക്കുന്നതാണ് അരോഗദൃഢഗാത്രനായ ഒരാളെ മർദ്ദിക്കുന്നതിനേക്കാളും. അല്ലേ? ശരി. എങ്കിൽ നിങ്ങൾ സസ്യത്തെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ? 2 സെൻസേ ഉള്ളൂ അതിന്, 2 ഇന്ദ്രിയം. ആ 2 ഇന്ദ്രിയുള്ള വികലാംഗരായ പച്ചക്കറികളെ കശാപ്പ് ചെയ്യുന്നതിന്റെ മാനവികത എന്താ? അപ്പോ സയൻസ് പരമായും പ്രമാണപരമായും മഹാത്മാഗാന്ധി വളരെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. അദ്ദേഹത്തിന്റെ സേവനം മഹാസേവനമാണ്, യാതൊരു സംശയമില്ല. പക്ഷേ മഹാത്മാഗാന്ധി പറയാണ് രാധാകൃഷ്ണനോട്, ഞാന് പശുവിന്റെ പാല് കുടിക്കില്ല. ചോദിച്ചു, അതെന്താ? പശുവിന്റെ രക്തത്തിന്റെ ഭാഗമാണ് അത്. യഥാർത്ഥത്തിൽ എന്താണ്? ഹിംസയാണ്, വേദനിപ്പിക്കലാണ്. ഞാൻ ചെയ്യൂല. പശുവിന്റെ പാല് ഞാൻ കുടിക്കൂല, അത് പശുവിന്റെ ശരീരത്തിന്റെ ഭാഗം, ചെയ്യരുത്. അപ്പൊ ഡോക്ടർ രാധാകൃഷ്ണൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, മഹാത്മജി, അമ്മന്റെ പാല് കുടിച്ചു, സ്വന്തം അമ്മയുടെ പാല് മാറിയെടുക്കുന്നു. അത് അമ്മന്റെ ശരീരത്തിന്റെ ഭാഗല്ലേ, ചോരയുടെ ഭാഗല്ലേ, അത് തെറ്റല്ലേ? മഹാത്മാഗാന്ധി കുറെ ദിവസം പിന്നെ മിണ്ടിയിട്ടില്ല എന്നാ. അപ്പൊ എന്തെങ്കിലും പറയാന്നുള്ളതിന്റെ പേരല്ല തത്വശാസ്ത്രം, അല്ല പ്രായോഗികത. മതത്തിന്റെ പ്രായോഗികത അത് വളരെ പ്രധാനമാണ്. ഇനി ഈ സമൂഹത്തിന്റെ, ലോകത്തിന്റെ നിലനിൽപ്പിന്റെ തന്നെ പ്രാധാന്യം എന്താ? 714 കോടി ജനങ്ങൾ മരിച്ചിട്ടില്ലേ? നാടിന്റെ അവസ്ഥ എന്താ? നിങ്ങൾ എന്നെ ചിന്തിച്ചോ, ബുദ്ധിയുള്ള എല്ലാവരും. 714 കോടി മനുഷ്യരും മരിച്ചിട്ടില്ലെങ്കിൽ, മരിക്കുന്നേയല്ല, എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ? മരണവും ചുഴലിക്കാറ്റും ഒക്കെ ഭൂമിയുടെ ഒരു നിലനിൽപ്പുമായി ബന്ധപ്പെട്ട കുറച്ചുകൂടി ഉയർന്ന് പഠിക്കണം. ലോകത്ത് ജനിക്കുന്ന ഒരു പശുവിനെ ആരും കൊല്ലുന്നില്ല, അട്ട് മരിക്കുന്നില്ല. പിന്നെ മനുഷ്യനോട് ജീവിക്കാൻ പറ്റുമോ? ചില ഇന്ത്യയിലെ ചില സ്റ്റേറ്റുകളിൽ പോയി നോക്കുക നിങ്ങള്. മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല, പശുവിന് യഥേഷ്ടം ജീവിക്കാൻ കഴിയും. എന്താ അങ്ങനെ? അതാണ് ഞാൻ പറഞ്ഞത്, ഇത് പ്രായോഗികമല്ല, ഇത് പ്രകൃതിപരമല്ല, ഇത് ദൈവദത്തമല്ല, ഇത് വേദഗ്രന്ഥം പഠിപ്പിച്ചതല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അങ്ങനെയാണ്. അവിടെയാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിലെല്ലാം അതിൻ്റെതായ ഒരു കണിശതയും മാനവികതയും. കാരണം ബാബേട്ടനെയും എന്നെയും ഒക്കെ സൃഷ്ടിച്ചത് ആ പ്രപഞ്ചനാഥനാണ്. ഹിരണ്യഗർഭഃ സമവർത്തദാഗ്രേ
ഭൂതസ്യ ജാതപതിരേക ആസീത് സദാധാര പൃഥ്വിയും ദ്യാമു ദേവായ കശ്മൈ ദേവായ അഭിശാപിതേ മാം. ഋഗ്വേദം 10-ാം മണ്ഡലം 121-ാമത്തെ സൂക്തം 1-ാമത്തെ തർക്കിൽ പറയുന്നത് എന്താണ്? നിങ്ങൾ കേട്ടോളൂ, ഞാൻ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിച്ചു തരാം. സകല ഭുവനങ്ങളുടെയും അതീശാധികാരി, ആദിയിൽ ഹിരണ്യഗർഭൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവനാണ് സകല ഭുവനങ്ങളുടെയും അതീശാധികാരി. അവൻ ഭൂമിയെയും സ്വർഗത്തെയും അതത് സ്ഥാനങ്ങളിൽ സ്ഥാപിച്ചു. അവനിൽ നിന്നാണ് സർവചരാചരങ്ങളും ഉണ്ടായത്. ലോകം മുഴുവനും അവന്റെ കൽപ്പന അനുസരിക്കുന്നു. അതിനാൽ അവനെ മാത്രം ആരാധിക്കുക. കണ്ടോ, നേരത്തെ ഞാൻ സൂറത്ത് ഹജ്ജ് എന്ന് പറഞ്ഞില്ലേ? സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, മരങ്ങൾ, ഗാലക്സികൾ, സൗരയൂഥങ്ങൾ, ഉരകവർഗങ്ങൾ എല്ലാം ദൈവത്തെ ആരാധിക്കുന്നു, ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്നു. അങ്ങനെയുള്ളവനാരോ അവനാണ് ലോകത്തിന്റെ സൃഷ്ടാവ്. അവനെയാണ് ആരാധിക്കേണ്ടത്. അവൻ ഏകനാകുന്നു. അപാരമായ പോയിന്റ് ഇത്, അപാരമായ ചിന്തയുമാണിത്. ഓം സദേ സമസ്തേ സർവലോകാശ്രയായ അവ്യക്തം വ്യക്തി മാപന്യം മാന്യന്തേ മാമബുദ്ധയ പരംഭാവമജാനന്ദോ മാമാവേയമനുത്തമം. ശ്രീമദ് ഭഗവത്ഗീതയുടെ രാജഗുഹയോഗത്തിലാണ് അതുള്ളത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ദൈവം വ്യക്തികളെ കൊടയും വടിയും ചൂടി ആഗതമാവുകയില്ല. അത് ദൈവത്തിന്റെ അസ്തിത്വത്തിനും വ്യക്തിത്വത്തിനും യോജിച്ചതല്ല, അതവന്റെ സത്തക്ക് നിലക്കുന്നതല്ല എന്ന് വേദഗ്രന്ഥം പഠിപ്പിക്കുകയാണ്. പിന്നെ ആരാ ദൈവം? നോക്ക്, എല്ലാവരോടും ഞാൻ എന്റെ വിഷയത്തിൽ ഏറ്റവും മർമ്മമായി അവതരിപ്പിക്കുന്ന ഒരു ഭാഗം ഇവിടെ പറഞ്ഞുകൊള്ളട്ടെ സഹൃദയരെ. നോക്ക്, മനുഷ്യവാസമില്ലാത്ത കാലത്ത് ഇപ്പൊ മന്വന്തരങ്ങൾക്കപ്പുറത്ത് എന്നിവിടെ പറയപ്പെട്ടുവല്ലോ. സഹോദരങ്ങളെ, മനുഷ്യവാസം ഈ ഭൂമുഖത്ത് ഭൂജാതമാകുന്നതിന് മുമ്പ്, ഈ പോയിന്റ് ഒരിക്കലും മറക്കരുത്, ഒരാളും മറക്കരുത്. എല്ലാരും ശരിക്ക് ശ്രദ്ധിക്കണം. അതെന്താണ്? മനുഷ്യവാസം ഉണ്ടാകുന്നതിന് മുമ്പ് ക്ഷേത്രങ്ങളില്ല, ചർച്ചുകളില്ല, വിഹാരങ്ങളില്ല, സിനഗോഗുകളില്ല, മസ്ജിദുകളില്ല, ആരാധനാ കേന്ദ്രങ്ങളില്ല, നിലവിളക്കുകളില്ല, ബിംബങ്ങളില്ല, പാമ്പില്ല, പശുവില്ല, ഒന്നിനെ ആരാധിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ എന്റെ ചോദ്യം വളരെ പ്രസക്തമാണ്. മറുപടി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. ഇതിന് മറുപടി കേരളത്തിലെ, ഇന്ത്യയിലെ, ലോകത്തിലെ ഒരാൾക്കും പറയാനാവാത്തതുമാണ്. അതെന്താണ്? എന്താ അത്? മനുഷ്യവാസം ഉണ്ടാകുന്നതിന് മുമ്പ് ആകാശമുണ്ടെങ്കിൽ മാധവ, ഭൂമിയുണ്ടെങ്കിൽ സുരേന്ദ്ര, അതെ, കാനനങ്ങളുണ്ടെങ്കിൽ, കാനനങ്ങളിൽ ഗർജിക്കുന്ന സിംഹമുണ്ടെങ്കിൽ, ആ സിംഹത്തിന്റെ ഗർജനം കേട്ട് ഓടിയൊളിക്കുന്ന മാൻപേടയുണ്ടെങ്കിൽ, സാഗരങ്ങളുണ്ടെങ്കിൽ, അതിന്റെ അഗാധതകളിൽ നീന്തി തുടിക്കുന്ന മത്സ്യമുണ്ടെങ്കിൽ, അന്ന് മനുഷ്യരില്ല, രാമഭക്തന്മാരില്ല, കൃഷ്ണഭക്തന്മാരില്ല, വേളാങ്കണ്ണി മാതാവിനെ ആരാധിക്കുന്നവരില്ല, പിശാരിക്കാവിലമ്മയെ ആരാധിക്കുന്നവരില്ല, മുഹമ്മദ് നബിയെ വിളിക്കുന്നവരില്ല, ഉള്ളാളന്തങ്ങളെ വിളിക്കുന്നവരില്ല, യേശു ക്രിസ്തുവിനെ വിളിക്കുന്നവരില്ല, കന്യാമറിയമ്മനെ വിളിക്കുന്നവരില്ല. മാധവ, സുരേന്ദ്ര, ദേവദാസേ, മനസ്സ് തട്ടി ഓർത്തു നോക്ക്. മനുഷ്യവാസം ഉണ്ടാകുന്നതിന് മുമ്പ് ആകാശമുണ്ടെങ്കിൽ, ഭൂമിയുണ്ടെങ്കിൽ, സൂര്യനുണ്ടെങ്കിൽ, ചന്ദ്രനുണ്ടെങ്കിൽ, ഗാലക്സികൾ ഉണ്ടെങ്കിൽ, സൗരയൂഥങ്ങൾ ഉണ്ടെങ്കിൽ, അതിനെയൊക്കെ ആര് സൃഷ്ടിച്ചു, ആര് നിലനിർത്തി, ആരതിനെ സംഹരിക്കുന്നു എന്നത് ഗൗരവമായ പഠനം വരണം. അവനെയാണ് അറബിയിൽ അല്ലാഹു എന്ന് പറയുന്നത്. 1400 വർഷത്തിന്റെ അപ്പുറത്തൊരു അള്ളാഹു ഇല്ല ഞങ്ങൾ വിചാരിച്ച് അല്ല. അറബി ബൈബിളിൽ അള്ളാഹു തന്നെയാ പറയുന്നത്, ലോകത്തിന്റെ സൃഷ്ടാവിനെ അൽ ഇലാഹ്. നമ്മള് കേരളത്തിൽ ഉപയോഗിക്കുന്ന പല പദം ഏതാ? അറബിയല്ലേ? തഹസീൽദാർ, എന്താ പദം? തഹസീൽദാർ എന്ന് ഒമന്തിൽ പറയുന്നേ അറബിയല്ലേ? വക്കീൽ അറബിയല്ലേ? ആലോചിച്ച് നോക്ക്, നമ്മൾ കോടതിയിൽ ഉപയോഗിക്കുന്ന പലതും അറബിയല്ലേ? ആരുടെ സംഭാവനയാ? അൽക്കമി ആരുടെ സംഭാവനയാ ലോകത്ത്? അപ്പൊ പഠിക്കാൻ, ശരിക്കും പഠിക്കാൻ, മനസ്സിലാക്കാൻ തുനിഞ്ഞാൽ ലോകത്തിനൊരു വലിയ സത്യം അനാവൃതമാണ്. അതെന്താ? ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച മഹാപ്രപഞ്ചത്തിന്റെ നാഥനെ നോക്ക്. അള്ളാഹുവിന് ഖുർആൻ പരിചയപ്പെടുത്തുന്നത് എങ്ങനെ? ഖുർആനിലെ 30-ാം അധ്യായം 40-ാമത്തെ വചനം കേട്ടോളൂ. അല്ലാഹുല്ലദീ ഖലഖകും സുമ്മ റസഖകും സുമ്മ യുമീതുകും സുമ്മ യുഹീകും. എന്താ? അല്ലാഹു ആണ് നിങ്ങളെ സൃഷ്ടിച്ചത്. ആരെ? മനുഷ്യകുലത്തെ മുഴുവനും. ഉണ്ടോ? മനുഷ്യരെ മുഴുവനും. വല്ലദീന മിൻ ഖബലികും 2-ാം അധ്യായം 21.
നിങ്ങൾക്ക് മുമ്പുള്ളവരെയും ഈ 714 കോടി ജനപ്പവിടെയുണ്ട്. അവരെ മുമ്പ് കഴിഞ്ഞു പോയവർ, അതിനു മുമ്പ് കഴിഞ്ഞു പോയവർ, അതിനു മുമ്പ് കഴിഞ്ഞു പോയവർ, അങ്ങനെ ആദം വരെ എത്തുന്ന മനുഷ്യ തലമുറ, അവരെയൊക്കെ സൃഷ്ടിച്ചതൊറ്റ ദൈവം. ഇസ്ലാം പറയുന്ന അതാണ്. ഒന്നുകൂടെ ക്ലിയർ ആക്കാം. 40 വയസ്സുള്ള എനിക്ക് 60 വയസ്സുള്ള ഒരാളെ ആരാധിക്കേണ്ട ഒരവസ്ഥ എനിക്കില്ല. എന്നിട്ട് അയാൾ 68ാമത്തെ വയസ്സിൽ മരിക്കുക, ഞാൻ 80 കൊല്ലം ജീവിക്കുക. അങ്ങനെ ഒരവസ്ഥ ഇസ്ലാമിനില്ല. ഇസ്ലാം പരിചയപ്പെടുത്തുന്ന ദൈവത്തിന്റെ പ്രത്യേകത എന്താ? ആദാം ആദ്യ മനുഷ്യൻ, അദ്ദേഹം ആരാധിച്ചത് ആ ദൈവത്തെയാണ്. അദ്ദേഹം ആരാധിച്ച അതേ ദൈവത്തെയാണ് നോഹ പ്രവാചകൻ 950 വർഷവും ആരാധിച്ചത്. ആ നോഹ പ്രവാചകൻ ആരാധിച്ച അതേ ദൈവത്തെയാണ് അബ്രഹാം പ്രവാചകൻ ആരാധിച്ചത്. അതേ ദൈവത്തെയാണ് മോസസ് പ്രവാചകൻ ആരാധിച്ചത്. അതേ ദൈവത്തെയാണ് ജീസസ് ക്രൈസ്റ്റ് ആരാധിച്ചത്. അതേ ദൈവത്തെയാണ് മുഹമ്മദ് നബി ആരാധിച്ചത്. ആ ദൈവത്തെ ആരാധിക്കാനാണ് അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും അജ്മഈൻ അവരെല്ലാവരും പറഞ്ഞത്. ആ അല്ലാഹുവിനെയാണ് ഇന്ന് ഞാനും നിങ്ങളും വിളിച്ചാരാധിക്കുന്നത്. ഇങ്ങനെ ഒരു ദൈവ ചരിത്രം ലോകത്ത് ഏത് മതത്തിനുണ്ട്? ക്രിസ്തു മതത്തിനുണ്ടോ അങ്ങനെ ഒരു ചരിത്രം? ഉണ്ടോ? ഇല്ല, ഇല്ല. വളരെ രസകരമായി ഞങ്ങൾക്കത് പഠിപ്പിച്ചു തരാം. വളരെ രസകരമായി. ഞാന് കുറഞ്ഞ മുമ്പ് 2 മാസത്തിലധികം കഴിഞ്ഞ് വിചാരിക്കും, ഞാൻ എറണാകുളത്തേക്ക് യാത്ര പോകും. അപ്പോൾ ആലുവയിൽ വെച്ച് ട്രെയിനിൽ എൻ്റെ സീറ്റിന്റെ നേരെ ഓപ്പോസിറ്റില് ഒരു ക്രിസ്തീയ കുടുംബം വന്നിരുന്നു. നിങ്ങൾക്ക് മനസ്സിലാകാനാണ്, മനസ്സിലുള്ള അവസ്ഥയെ നിങ്ങളോട് പറയണം. അപ്പൊ അവരൊക്കെ അറിയും. അപ്പൊ ഞാൻ ചോദിച്ചു, ക്രിസ്ത്യാനിയാണ്? ചെറിയൊരു സംശയമുണ്ട്, എനിക്ക് ഒന്ന് ദൂരീകരിച്ചു തരണം. ചെറുപ്പക്കാരനാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, യേശു ക്രിസ്തു വെള്ളിയാഴ്ച കുരിശിലേറി എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? യേശു ക്രിസ്തു വെള്ളിയാഴ്ച കുരിശിലേറി എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അപ്പൊ പറഞ്ഞു, അതെ. വെള്ളിയാഴ്ച കാൽവരിയിൽ സമ്പൂർണമായി യേശു ക്രിസ്തു മരണത്തിന്റെ പിടിയിൽ അമർന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അതെ. ആ യേശു ക്രിസ്തു ശനിയാഴ്ച മരണ കുരിശിലാണ് എന്നതും സത്യമല്ലേ? അതെ. ഞായറാഴ്ച അദ്ദേഹം ഉയർത്തെഴുന്നേറ്റു, അതും ശരിയല്ലേ? അതെ, ശരി. എങ്കിൽ എന്റെ അടുത്ത ചോദ്യം, വെള്ളിയാഴ്ച കുരിശിലേറിയ യേശു ക്രിസ്തു ഞായറാഴ്ച ഉയർത്തെഴുന്നേൽക്കുന്നത് വരെ വെള്ളി ശനിയായോ? വെള്ളിയാഴ്ച ശനിയായോ? ശനിയാഴ്ച ഞായറായോ? ശരി. അതിനെ പ്രയാണം ചെയ്യിച്ച ശക്തി ആരാ? അപ്പൊ അയാൾക്ക് മനസ്സിലായി ഇത് ക്രിസ്തു മതത്തിന്റെ മരണക്കണി ചോദ്യാണ് എന്ന് മനസ്സിലായി. കാരണം ക്രിസ്തു മതം ഉണ്ടാക്കിയത് യേശു ക്രിസ്തുവല്ല, സെന്റ് പോൾ എന്ന യേശു ക്രിസ്തുവിനോട് ഏറ്റവും വലിയ ശത്രുത ഉണ്ടായിരുന്ന സെന്റ് പോൾ. അത് നിങ്ങൾ അറിയണം, ലോകത്തിന്റെ ചരിത്രം അറിയണം. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ നിക്കിയ കൗൺസിൽ വെച്ച് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കപ്പെട്ട ട്രിനിറ്റി, ഈ ചോദ്യം ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മുഖമാകെ വിഷമിച്ചു, ബേജാറായി. അപ്പൊ ഞാൻ ചോദിച്ചു, യേശു ക്രിസ്തുവിനെ ആവശ്യമില്ല ശനി ഞായറും ഇവിടെ ഉണ്ടാകാൻ, രാവും പകലും ഇവിടെ ഉണ്ടാകാൻ, രാത്രിയും പകലും ഇവിടെ ഉണ്ടാവാൻ, സൂര്യചന്ദ്രന്മാരുടെ ചലനത്തിൽ യേശു ക്രിസ്തുവിന് ഒരു പങ്കുമില്ല അല്ലേ എന്ന് ചോദിച്ചു. അപ്പോഴാണ് അദ്ദേഹം ചിന്തിച്ചത്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, വെള്ളിയാഴ്ച കുരിശിലേറി ഞായറാഴ്ച ഉയർത്തെഴുന്നേൽക്കുന്നത് വരെ ശനി ഉണ്ടായി, ഞായറുണ്ടായി. അപ്പൊ അതിന്റെ കൺട്രോളർ യേശുവിനല്ല, അതിൽ യാതൊരു സ്വാധീനവും യേശു ക്രിസ്തുവിനില്ല എന്ന് മനസ്സിലായോ? മനസ്സിലായി. ശരി. കന്യാമറിയമിന്റെ പുത്രനായി യേശു ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പും ഈ ലോകത്തെ കൺട്രോൾ ചെയ്തതാരാ? അതോടുകൂടി ക്രിസ്ത്യാനിയുടെ മാനസികാവസ്ഥ മാറി. ഞാൻ ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞ വാക്കെന്താ? സന്തോഷത്തോടെ പറഞ്ഞ വാക്ക്, നിങ്ങൾ ഇറങ്ങിക്കോളൂ, എനിക്ക് കയറിയിട്ടുണ്ട്. നിങ്ങൾ ഇറങ്ങിക്കോളൂ, എനിക്ക് കയറിയിട്ടുണ്ട്. എന്ത് ജിന്ന് കയറിയിട്ടുണ്ട്? അല്ല. പിന്നെ എന്ത് കയറിയ? ഈ വിജ്ഞാനം എന്നെ ചിന്തിപ്പിച്ചിട്ടുണ്ട്. എന്റെ മതം അബദ്ധജടിലമാകുന്നു എന്നെനിക്ക് മനസ്സിലായിട്ടുണ്ട്. മനസ്സിലായോ? ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പൊ ക്രിസ്ത്യാനികളോട് ചോദിക്കും, നിങ്ങൾ ദൈവവിശ്വാസം എന്താ? ട്രിനിറ്റി, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. നിങ്ങൾ ഇതിന്റെ അവസ്ഥ എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നിട്ട് 2000 വർഷം. 2000 വർഷത്തിന് മുമ്പ് ദൈവം എങ്ങനെയായിരുന്നു? പിതാവ്, പരിശുദ്ധാത്മാവ്. അപ്പൊ ദൈവം 2, അളത്തൻ 2. യേശു ക്രിസ്തു ജനിച്ച മുതൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് 3. യേശു ക്രിസ്തുവിനെ വെള്ളിയാഴ്ച കുരിശിലേറ്റ് ഞായറാഴ്ച ഉയർത്തെഴുന്നേൽക്കുന്നവരെ വീണ്ടും ദൈവവും പരിശുദ്ധാത്മാവും. അപ്പൊ ദൈവം വീണ്ടും 2ലേക്ക് റിവേഴ്സ്.
എന്താടാ അത്? അതാ മനുഷ്യനിർമ്മിത പ്രത്യയശാസ്ത്രത്തിന്റെ അവസ്ഥ. നേരെ മറിച്ച് ഇസ്ലാം, ഖുർആൻ എവിടെയെങ്കിലും ദൈവത്തെ കുറിച്ചുള്ള പരാമർശത്തിൽ ഒരബദ്ധത്തിന്റെ കഷ്ണം ഖുർആനിലില്ല. എന്താ കാരണം? ഖുർആൻ ഏതൊരു വേദഗ്രന്ഥങ്ങൾ ലോകത്ത് ദൈവം അവതരിപ്പിച്ച് അവൻ തന്നെ ഖുർആൻ അവതരിപ്പിച്ചു. അതുകൊണ്ട് ആ ഖുർആനിൽ വൈരുദ്ധ്യമില്ല. ആ ഖുർആനിൽ അവതരിപ്പിച്ച ദൈവസങ്കല്പം എല്ലാവരെയും സൃഷ്ടിച്ച ലോകത്തിന്റെ നാഥൻ. ഒരു ഉദാഹരണം ഞാൻ ഖുർആനിലൂടെ നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം. ഖുർആൻ പറയുന്നത് 2 ആയത്ത് കേട്ടോളൂ. ഖലഖസ് സമാവാതി ബിഗൈരി അമദിൻ തറൗനഹ. അവലംബങ്ങളില്ലാതെ ആകാശത്തെ സൃഷ്ടിച്ചവൻ അല്ലാഹ്. എന്ത് മനസ്സിലായി? ആകാശമൊക്കെ ഉണ്ടായി എത്രയോ സഹസ്രാബ്ദം കഴിഞ്ഞിട്ടാണ് മുഹമ്മദ് നബി ഉണ്ടായത്. അതുകൊണ്ട് ആകാശത്തെ സൃഷ്ടിച്ചത് മുഹമ്മദ് നബി അല്ല എന്ന് മനസ്സിലായി. അടുത്ത കേട്ടോ, ഭൂമി നിങ്ങളെയും കൊണ്ട് ഇളകാതിരിക്കാൻ പർവ്വതങ്ങളെ ഉണ്ടാക്കി. അതാരാ? ശ്രീരാമനല്ല, ശ്രീകൃഷ്ണനല്ല, മുഹമ്മദ് നബി അല്ല, യേശു ക്രിസ്തുവല്ല. കാരണം മുഹമ്മദ് നബി പർവ്വതങ്ങളുടെ നടുവിലേക്കാ ജനിച്ചു വീണ്. പറാൽ പർവ്വതം. യേശു ക്രിസ്തുവോ? എല്ലാവരും പരിശോധിച്ചോളൂ. ഇവരൊക്കെ ജനിക്കുന്നതിന് മുമ്പ് പർവ്വതമുണ്ട്. അപ്പൊ പർവ്വതത്തെ സൃഷ്ടിച്ചവൻ പ്രപഞ്ചനാഥൻ. ഓക്കെ, എത്ര കൃത്യമാണ്. എന്തിനാ എങ്ങനെയൊക്കെ? ഒന്നുകൂടെ ക്ലിയർ ആയി പറയാം. ഈ തെങ്ങും മാവും കവുങ്ങും ഈ മണ്ണും ഈ ഭൂമിയും ഈ ഭൂമിയിലെ ചെടികളും ഈ കാണുന്ന ചേമ്പിന്റെ തളിരും എല്ലാം എന്താണ്? ഇതെല്ലാം ആരാണ്? ഇതെല്ലാം സൃഷ്ടിച്ചത് ലോകത്തിന്റെ നാഥനാണ്, പടച്ചോനാണ്. ആ പടച്ചോനെ ആരാധിക്കൂ മനുഷ്യരെ, ഇസ്ലാം പറയാണ്. പിന്നെയോ ആരാണ് ആകാശത്തിന്റെ കാർമേഘക്കീറുകളിൽ നിന്ന് മഴ ചൊരിയുന്നത്? അല്പം ഇങ്ങനെ മഴ ചാരിയപ്പോ ഒന്ന് ബേജാറായില്ലേ? ഒന്നും ബേജാറായില്ലേ? മനസ്സിൽ ചിലപ്പോ എങ്ങനെ വരെ തോന്നിയിട്ടുണ്ടോ? പടച്ചോനെ ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞല്ലോ, നമ്മൾ ഉസ്താദിന് പറയാൻ അവസരം കിട്ടിയില്ലല്ലോ, മഴയാണല്ലോ പെയ്യണത് ഇല്ലേ? അതിനെ നമ്മൾ അങ്ങോട്ടൊരു സ്ഥലം വിട്ട് കണ്ടില്ല നിങ്ങള്? അല്ലാഹുമ്മ ഹവാ അലൈനാ വലാ അലൈനാ എന്നുള്ളൊരു പ്രാർത്ഥന ഇവിടുന്ന് അങ്ങ് അർശിലേക്ക് പോയി. മനസ്സിലായി? എവിടേക്ക് പോയി? അങ്ങ് അർശിലേക്ക്. ആരുടെ അടുത്തേക്ക്? ലോകനാഥന്റെ അടുത്തേക്ക്, ലോകത്തിന്റെ സിട്ടാവിലേക്ക്. അല്ലേ? ആ പടച്ചോനത് കേട്ടൂല്ലേ? ആ പടച്ചോനിലേക്ക്, ലോകത്തിന്റെ നാഥനിലേക്ക് ആരാ മഴ ചൊരിഞ്ഞിരുന്നത്? അത് മാത്രം ചിന്തിക്ക്. ആരാ? ശ്രീരാമനാണെന്ന് ഒരു ഹിന്ദുവും പറയില്ല. ഇല്ല, ബാവൂട്ടൻ പറയൂ? അങ്ങനെ പറയൂ? ഇല്ല, ഒരാളും പറയില്ല. ശ്രീരാമനാണ്, ശ്രീകൃഷ്ണനാണ് മഴ പെയ്യിപ്പിക്കുന്നതെന്ന് ലോകത്ത് ഒരാളും പറയില്ല. യേശു ക്രിസ്തു മഴ പെയ്യിക്കുന്നതെന്ന് ക്രിസ്ത്യാനികളും പറയില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഴ പെയ്യിക്കുന്നത് പറയില്ല. എങ്കിൽ പ്രസക്തമാണ്, ആരാ മഴ ചൊരിയുന്നത്? അവനാണ് ഈശ്വരൻ, അവനാണ് അല്ലാഹു. വിശുദ്ധ ഖുർആൻ പറയുന്നു കേട്ടോ. വിശുദ്ധ ഖുർആൻ 56-ാം അധ്യായം 5-6 56 ആ അധ്യായത്തിലെ 68, 69, 70 കേട്ടോളൂ. അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ ലൗ നശാഉ ജഅൽനാഹു ഉജാജൻ ഫലൗലാ തഷ്കുറൂൻ. ആ ആയത്തിന്റെ അർത്ഥം എന്താ അറിയോ? അല്ല, നിങ്ങൾ പാനം ചെയ്യുന്ന പാനജലത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ പാനം ചെയ്യുന്ന പാനജലം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ പാനം ചെയ്യുന്ന പാനജലം, അതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അല്ലാത്തൊരു ചോദ്യമാണ്. അതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യം. അത് നിങ്ങളാണോ അല്ല സർവശക്തനായ പടച്ചോനാണോ അത് അവതരിപ്പിച്ചത്? ആ കാർമേഘത്തിൽ നിന്ന് മഴ ചൊരിഞ്ഞു തന്നത്. ഞാൻ കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പ്, 2 ആഴ്ച ഇടുക്കി ഡാം സൈറ്റ് ഇപ്പൊ തുറന്നു വെച്ചിരിക്കുന്നു. മനോഹരമാണ് ഇടുക്കി ഡാം സൈറ്റിന്റെ ദൃശ്യം എന്ന് പറഞ്ഞാൽ മരങ്ങളുടെ ചില്ലകൾ വരെ വെള്ളം കയറിയ ആ മരം ഈ വെള്ളത്തെ ഉമ്മ വെച്ച് സൂര്യന്റെ കിരണങ്ങൾ അതിനെ തലോടി പോകുമ്പോ സൗന്ദര്യത്തിന്റെ മഹാപറുദീസ തീർക്കുകയാണ് അവിടെ. അല്ലേ? വിശുദ്ധ ഖുർആൻ പറഞ്ഞ അതാണ്. ഖലഖസ് സമാവാതി ബിഗൈരി അമദിൻ തറൗനഹ. ആകാശവും ഭൂമിയും പ്രപഞ്ചവും വെള്ളവും ഒക്കെ പടച്ചോന്റെ സംവിധാനമാണ്. എന്നിട്ട് പറയുന്നതോ കേട്ടോളൂ. ഖുർആൻ ചോദിക്കാൻ, ആ പാനജലം അത് നിങ്ങളാണോ? ആ ഡാം സൈറ്റിൽ വെള്ളം കയറിക്കൊണ്ടിരുന്നാൽ ഇവിടെ എല്ലാവർക്കും ബേജാറാ. ആരോട് പറയും? ആരാണോ വെള്ളം ചൊരിയുന്നത് അവനോട് പറയണം. ആരാണോ മഴ ചൊരിയുന്നത് അവനോട് പറയണം. അതാരാ? നമ്മളെ വിചാരിക്കുന്ന ഏതെങ്കിലും ദേവതയാണോ, ദേവിയാണോ, മൊയ്തീൻ ശൈഖാണോ ഖുതുബിയത്തിൽ പറയുന്നത് ആണോ? അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട് മുസ്ലിങ്ങൾക്കിടയിൽ. യാ ഖുതുബ അഹ്ലിസ് സമാഇ വൽ അർളി ഹൗസഹുമാ. ആകാശഭൂമികളുടെ ഖുതുബും കേന്ദ്രബിന്ദുവുമായ മൊയ്തീൻ ശൈഖേ, വാനലോകത്തും ഭൂമിലോകത്തും മനുഷ്യർക്ക് ഉപകാരപ്രദമായ അരുവിയും വെള്ളവും ഒഴുക്കുന്ന മഹാനേ,
എന്ന കുഫർ, ശിർക്ക്, റുബൂബിയത്തിലെ പങ്കുചേർക്കൽ, അത്ര വരെ വിവരക്കേട് ഈ സമൂഹത്തിൽ പുരോഹിതന്മാർ പഠിപ്പിച്ചു. അവിടെയാണ് ഖുർആന്റെ ചോദ്യം, മാധവ, ബഷീറെ, സുരേന്ദ്ര, മഴ പെയ്യിപ്പിക്കുന്നതാരാ? ലോകത്തിന്റെ നാഥൻ, ലോകരുടെ നാഥൻ. ആ ലോകരുടെ നാഥനാണ് ഈ മഴ നമുക്ക് ചൊരിഞ്ഞു തരുന്നത്. എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവരോട്, ക്രൈസ്തവരോട്, ഈ മഴ നമ്മളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പേ ഉണ്ട്. അവൻ മഴ പെയ്ത് ഭൂമിയിൽ പഴവർഗ്ഗങ്ങൾ അവൻ മുളപ്പിച്ചു തന്നു. അത് പറയണ ഖുർആനിലെ 2-ാം അധ്യായം 21-22. ഇനി കേട്ടോളൂ ഖുർആനിൽ ഒരു വചനം. ഖുർആൻ വളരെ ഗൗരവമായി, ഫൽയൻദുരിൽ ഇൻസാനു ഇലാ തുആമിഹി അന്ന സബബനൽ മാഅ സബ്ബ സുമ്മ ശഖഖനൽ അർള ശഖ ഫഅംബത്നാ ഫീഹാ ഹബ്ബൻ ബൈനബൻ വഖലബൻ വസൈതൂനൻ വനഖല. മനുഷ്യരെ, അതിന്റെ അർത്ഥം എന്താ അറിയോ നിങ്ങൾക്ക്? മനുഷ്യരെ, ഹോട്ടലിൽ ഞാനും എന്റെ കൂട്ടുകാരനാണ് സുരേഷ്, ഞങ്ങൾ ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാറുണ്ട്. എന്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരനായിരുന്നു രാമൻ. ഇന്നും ഞാൻ ആ രാമൻ ഓർക്കുന്നു. ആ രാമൻ എന്റെ ഏറ്റവും വലിയ സുഹൃത്തായിരുന്നു. ഇടവണ്ണ GHS-ൽ ഞങ്ങൾ ഒന്നിച്ചായിരുന്നു അവിടുന്ന് വടയും ചായയും കഴിക്കുക. ഞാൻ ചോദിക്കും, അവിടെ ഖുർആന്റെ ചോദ്യം, ഫ്രൂട്ട് കഴിക്കുക ഒക്കെ. ഖുർആന്റെ ചോദ്യം, നിങ്ങൾ ആഹരിക്കുന്ന ഭക്ഷണം അത് നിങ്ങൾക്ക് നൽകിയവനെ കുറിച്ച് നിങ്ങൾ ഓർത്തിട്ടുണ്ടോ? അതാരാ? അത് ശ്രീരാമനാണെന്ന് പറഞ്ഞാൽ, അത് ശ്രീകൃഷ്ണനാണെന്ന് പറഞ്ഞാൽ, അത് മാതാമൃതാനന്ദമയാണെന്ന് പറഞ്ഞാൽ, അത് ഭീമ ഉമ്മിച്ചയാണെന്ന് പറഞ്ഞാൽ, അത് മുനമ്പത്തെ ബീവിയാണെന്ന് പറഞ്ഞാൽ, അത് ഉള്ളാളെന്നങ്ങളാണെന്ന് പറഞ്ഞാൽ, അത് യേശു ക്രിസ്തുവാണെന്ന് പറഞ്ഞാൽ ശരിയാവില്ല. കാരണം അവരൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ഈ ലോകത്ത് മനുഷ്യരുണ്ടായിരുന്നു. അവർക്ക് ഇതൊക്കെ കിട്ടിയിരുന്നു. മാധവ, ആരിതുണ്ടാക്കി? ഖുർആന്റെ ചോദ്യമാണ്, മറുപടി വേണം. ആ ഖുർആൻ ലോകത്തിന്റെ സിട്ടാവിനെ പരിചയപ്പെടുത്തി. അല്ലേ? ത്വമീശ്വരാണം പരമം മഹേശ്വരം താം ദേവദാനാം പരമം ച ദൈവതം പറഞ്ഞില്ലേ? വേദഗ്രന്ഥങ്ങൾ അങ്ങനെ പറഞ്ഞില്ലേ? എത്രത്തോളം എന്ന് പറഞ്ഞാൽ, യക്ഷുശാന പശ്യതി യേന ചക്ഷുംഷി പശ്യതി തദേവ ബ്രഹ്മത്തം വിത്തി നേതം യതി തമുപാസതേ യശ്രോത്രേണ നശ്രുനോതി ശ്രോത്രമിദം ശ്രുതം തദേവ ബ്രഹ്മത്തം വിത്തി നേതം യതി തമുപാസതേ. ആലോചിച്ചു, നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ടാരാധിക്കുന്നതൊന്നും ദൈവമല്ല. നിങ്ങളുടെ കണ്ണിന് ദർശനം നൽകിയവനാരോ അവനാകുന്നു നിങ്ങളുടെ സിട്ടാവ്. ഏതൊരു കാത് അവനെ കേൾക്കുന്നില്ലയോ, ഏതൊരു കാതിന്റെ കേൾവിക്ക് കാരണക്കാരനായോ അവനെ ബ്രഹ്മമെന്നറിഞ്ഞാലും ആ ദൈവത്തെ നിങ്ങൾ കണ്ടിട്ടില്ല. ബൈബിളിലും പറയുന്നു, ആ ദൈവത്തെ ഒരു നാളും ഒരാളും കണ്ടിട്ടില്ല, അവന്റെ ശബ്ദം ഒരു നാളും ഒരാളും കേട്ടിട്ടില്ല. പഴയ നിയമത്തിൽ അപ്പൊ വളരെ കൃത്യമാണ്. ലോകത്തിന്റെ സിട്ടാവ്, ആ ലോകത്തിന്റെ സിട്ടാവിനെ ആരാധിച്ചില്ലെങ്കിലോ, ഇപ്പം ഇസ്ലാമിൽ പ്രവാചകന്മാർ, അമ്പിയാക്കൾ, നബിമാർ, തിരുമേനി, ആ പ്രവാചകന്മാരിൽ ഒരാളെയും ആരാധിക്കരുത്, അവരോട് പ്രാർത്ഥിക്കരുത്. അല്ലേ? മഹാനിർവഹണ സ്തോത്രത്തിൽ നിന്ന് മനോഹരമായ ചില വചനങ്ങൾ. ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം ത്വമേകം ജഗത്കാരണം വിശ്വരൂപം ത്വമേകം ജഗത്കർത്തൃപാതൃ പ്രഹർത്തൃ ത്വമേകം പരം നിശ്ചലം നിർവികൽപ്പം. മഹാനിർവഹണ സ്തോത്രത്തിലുള്ളതാണ്. എന്താ ഇതിനർത്ഥം? ഒരു പക്ഷപാതിത്വമില്ല, ഒരു വിഷമം ഉണ്ടാവേണ്ടയില്ല. ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം. എന്റെ വരണ്യങ്ങൾ, എന്റെ ശരണ്യങ്ങൾ, എന്റെ പ്രാർത്ഥനകൾ അഖിലവും, എന്റെ വഴിപാടുകൾ അഖിലവും ലോകനാഥ, ഏകനായ നാഥ അല്ലാഹു അഹദ്, അഹദ് ഏകൻ. അതാണ് ഞാൻ പറയുന്നത്. പ്രശ്നമുണ്ട്, അത് പരിഹരിക്കാൻ ഏകദൈവാരാധന. വേദം അവതരിപ്പിച്ചത് അതാ. ഒരു ഉദാഹരണം പറയാം, കേട്ടോളൂ. അവിടെ പറഞ്ഞ വാചകം ഒന്നുകൂടെ വിശദീകരിക്കാം. എന്റെ പ്രാർത്ഥനകൾ ഏകനായ ദൈവമേ നിന്നോടാ, എന്റെ വഴിപാടുകൾ ഏകനായ ദൈവമേ നിന്നോടാ. നീ ആരാ? ത്വമേകം ജഗത് കാരണം വിശ്വരൂപം. ഈ മഹാവിശ്വത്തെ സൃഷ്ടിച്ചത് നീയാണ്. കണ്ടോ? ഈ ലോകത്തിന്റെ സൃഷ്ടാവ് നീയാണ്. അല്ലാതെ ഞാനും നിങ്ങളും സൃഷ്ടാവാണെന്നല്ല, ഞാനും നിങ്ങളും ദൈവം എന്നല്ല. അത് സൂഫിസമാണ്. സെന്നവസ്തിൽ നിന്നാണ് അത് വന്നത്. സെന്നവസ്തിൽ നിന്നാണ് അത് കടമെടുത്തത്. ഏത് കടമെടുത്തത്? സൂഫി പറഞ്ഞില്ലേ, അനൽ ഹഖ് അൻതൽ ഹഖ്, അഹം ബ്രഹ്മാസ്മി
തത്വമസി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അറബി. അഹം ബ്രഹ്മാസ്മി തത്വമസി. അനൽ ഹഖ്